ഹലോ. അപ്പോൾ സൺഡേയിൽ ഒന്ന് കറങ്ങാൻ പോകാമെന്ന് കരുതി അങ്ങനെ റെഡിയായി നിൽക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കും ഈ സൺഡേ ആയിരിക്കുന്നു, പക്ഷേ ഈ സൺഡേയിൽ നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച പോയതാണ് കേട്ടോ. ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യാൻ ടൈം കിട്ടി. അപ്പോൾ നമ്മൾ മാത്രമല്ല, ചേച്ചിയും ചേച്ചിയുടെ ഫാമിലിയും പിന്നെ അമ്മയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, പൊന്നും ഉണ്ടായിരുന്നു. നമ്മൾ നേരെ തന്നെ പോയത് ഞം അടിക്കാൻ കേട്ടോ, കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. നെട്ടയിലാണ് പോയത്. പ്രഗ്നൻ്റ് ആയ അന്ന് മുതൽ ഞാൻ പറയുക, എനിക്ക് ഒന്ന് അവിടെ പോയി ഫുഡ് കഴിക്കണം കുറേ നാളായിട്ട്. അപ്പം എനിക്ക് ആദ്യമൊക്കെ ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇപ്പോഴാണ് നമ്മളൊന്ന് പോയത്, എല്ലാവരും കൂടെ പോയി. നമ്മൾ എല്ലാ പ്രാവശ്യം പോകുമ്പോഴും ഒരേ ഒരു കടയിലാണ് കേട്ടോ സ്ഥിരമായിട്ട് കയറാറ്. വേറെ ഒരു കടയിൽ നമ്മൾ കയറാറില്ല. ആ കടയിൽ തന്നെ നമ്മൾ കയറി സീറ്റും കിട്ടിയിട്ട് നമ്മൾ വിചാരിച്ചു ഇപ്പോഴൊന്നും കിട്ടാറില്ലെന്ന്. കാരണം അറിയാമല്ലോ, നെട്ടിൽ ഭയങ്കര തിരക്കല്ലേ എപ്പോഴും. പക്ഷെ നമുക്ക് എന്തോ ഫൈവിൻ്റെ സീറ്റൊക്കെ കിട്ടി. നമ്മൾ ആദ്യമേ മീനൊക്കെ ഓർഡർ ചെയ്തിട്ട് കാത്തിരിക്കുന്ന ഇരിപ്പാട്ടോ ഈ കാണുന്നത്. പിന്നെ വിളി കൂടിയപ്പോൾ നമ്മൾ ആദ്യമേ ചോറ് ഇങ്ങ് തരാൻ പറഞ്ഞു കേട്ടോ. പിന്നീട് മീൻ കിട്ടിയാൽ മതി എന്നുള്ളൊരു ചിന്തയായിരുന്നു. കാരണം പോയപ്പോൾ തന്നെ 2 മണിയൊക്കെ ആയിട്ടോ, നല്ല വിശപ്പായിരുന്നു. അപ്പോൾ ഇതിലുള്ള കറികളൊന്നും അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. സാധാരണ പോകാറുള്ളപ്പോൾ നല്ല കറികളുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ എന്തോ മീൻ മുട്ടത്തോരനോ അങ്ങനെ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്. എന്നിട്ട് നമ്മൾ സീറ്റ് മാറി കേട്ടോ, ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നായിരുന്നു. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മളെ മീൻ വന്നു കേട്ടോ. ഇത്രയല്ല നമ്മളുണ്ട്, അതും പിന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓർഡർ ചെയ്ത് സിലോപ്പിയും കട്ടലയും പിന്നെ പേരറിയാത്തൊരു മീൻ കേട്ടോ. ആ മീൻ ഭയങ്കര മുള്ളായിരുന്നു. അപ്പോൾ ഞാൻ അത് ഒരുപാട് എടുത്തില്ല. കട്ടലയും സിലോപ്പിയാണ് കേട്ടോ മെയിനായിട്ട് എടുത്തത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് തേയാ തോന്നപ്പോൾ നമ്മൾ വീണ്ടും 2 കട്ടലയും കൂടെ ഓർഡർ ചെയ്ത് കേട്ടോ. പക്ഷേ എങ്ങോട്ടാണ് പോയതറിയില്ല, ലാസ്റ്റ് മുള്ള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചേട്ടൻ മുള്ള് തിന്നുന്ന ഒരു വീഡിയോ കേട്ടോ ഇത്, എടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ എടുത്തതാണ്. ഇവിടെ കോംപ്ലിമെൻ്ററി ആയിട്ട് എപ്പോഴും പായസം കിട്ടും കേട്ടോ, അതും കുടിച്ചിട്ടിരിക്കുന്ന ഇരിപ്പാണ്. നമ്മൾ പിന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഇരിപ്പാട്ടോ അടുത്ത ഓർഡർ ചെയ്ത മീൻ. അപ്പോൾ എല്ലാവരും ഇലയിലുള്ള മുള്ള് നോക്കുന്ന കേട്ടോ. അപ്പോൾ ചേട്ടൻ്റെ ഇതിലായിരുന്നു ഏറ്റവും കൂടുതൽ മുള്ള്. അപ്പോൾ ഇങ്ങനെ കാണിച്ചു തരാം. സംഭവം വേറെ ഒന്നുമില്ല, ചേട്ടൻ തലയൊക്കെ കേട്ടോ എടുത്തത്. അങ്ങനെ നമ്മളെല്ലാം കഴിച്ചിറങ്ങി ഇവിടെ നിൽക്കുക കേട്ടോ. ഇതാണ് നമ്മൾ പോയ കട. ഇവിടെ കേട്ടോ എപ്പോഴും നമ്മൾ സ്ഥിരമായിട്ട് പോകാറ്. വണ്ടിയിൽ വെള്ളം എന്തോ തീർന്നും പറഞ്ഞ് കടയിൽ നിന്ന് 2-3 ബോട്ടിൽ നമ്മൾ വെള്ളം എടുത്ത് വെള്ളം ഒഴിക്കുന്നതാട്ടോ കാണുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ വണ്ടിയിൽ കയറിയപ്പോൾ പൊന്നു പറഞ്ഞു എവിടെയെങ്കിലും പോവാം എന്ന് പറഞ്ഞുകൊണ്ട് പോണ വഴിക്ക് തന്നെ നമ്മൾ പിന്നെ നേരെ മായം കടവിൽ പോയ കേട്ടോ. അവിടെ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ സാധാരണ കാണാറുള്ള ആ ഒരു കടവ് പോലെ സംഭവമില്ല. കാരണം വെള്ളം നല്ലപോലെ കയറി കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് പറഞ്ഞത്, ഫോട്ടോയിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ. ചേട്ടൻ അപ്പോഴും പറഞ്ഞു നല്ല വെള്ളം കയറി കിടക്കാമെന്ന് പറഞ്ഞു. ചേച്ചിയുടെ ആഗ്രഹം ആയിരുന്നുണ്ട് ഇങ്ങോട്ട് വരണമെന്ന്. പക്ഷേ ഇവിടെ വന്നപ്പോൾ പ്രത്യേകിച്ചൊന്നും കാണാൻ തോന്നിയില്ല. പൊന്നു കുറേ നേരം വെള്ളത്തിലൊക്കെ കളിച്ച് അപ്പോഴത്തേക്ക് വെള്ളത്തിൽ നിന്ന് കയറാൻ തോന്നില്ല കേട്ടോ. പിന്നെ എന്തോ പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ കയറി. കഴിഞ്ഞ് നമ്മളെ വീട്ടിൽ വന്നിട്ട് പൊന്നു ഡ്രസ്സ് മാറി കേട്ടോ. വേറെ ഒന്നിനല്ല, ഇവിടെ വാഴശ്ശൽ വെള്ളച്ചാട്ടിലെ മാടശ്ശേരി അവിടെ പോയി കുളിക്കാമെന്നും പറഞ്ഞ് ചേട്ടനും പൊന്നും കൂടെ പോവാം കേട്ടോ. എനിക്ക് കണ്ടപ്പോൾ നല്ലപോലെ ഇറങ്ങണമെന്ന് ആഗ്രഹം തോന്നി, പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ ഇറങ്ങാൻ പറ്റില്ലല്ലോ. അങ്ങനെ പൊന്നും ചേട്ടനും കുറേ നേരം കളിച്ചു കേട്ടോ. കളിച്ചല്ല കുളിക്കുകയും ചെയ്തു കളിക്കുകയും ചെയ്തു. അങ്ങനെ കുറേ നേരം നിന്നു. ഒരു വിധത്തിൽ കയറുന്നുണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് എനിക്ക് വയ്യെന്നൊക്കെ പറഞ്ഞാൽ ലാസ്റ്റ് കയറിപ്പിച്ച് കേട്ടോ. പൊന്നിൻ്റെ ഡ്രസ്സൊക്കെ ഇരുന്നത് അങ്ങനെ സന്യാസി പോണ പോലെ തോർത്ത കൊടുത്തുകൊണ്ട് പോവുകയായിരുന്നു കേട്ടോ. പിന്നെ അത് നേരെ പോയി